ഹലോ കൂട്ടുകാരെ, പെരുന്നാൾ പെരുമ എന്നീ പരിപാടിയിൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ്. നിരവധി രാജ്യങ്ങളിൽ നിന്നും നിരവധി വ്യാപാരികൾ ഇവിടെ വ്യാപാരത്തിനായി എത്തിയിരിക്കുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ നിരവധി രുചിയേറിയ ഭക്ഷണങ്ങളും കലാരൂപങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ ഈ കൂട്ടുകാരി പൊന്നാനി സ്വദേശി ഹിബ എന്നോട് പറഞ്ഞത്. ഹിബ, പൊന്നാനിയിലെ നല്ല രുചിയേറിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? ബിരിയാണി, പിന്നെ മുട്ടപ്പത്തിരി. ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ മുട്ടപ്പത്തിരി എനിക്കായിട്ട് ഉണ്ടാവോ? അപ്പോൾ ഹിബയോടുകൂടെ നമുക്ക് ഈ പൊന്നാനിയിലെ വിശേഷങ്ങൾ കൂടുതലായി അറിയാം. ഈ പുഴയും കായൽ തീരങ്ങളും വഞ്ചികളുമൊക്കെ ആയിരുന്നു പൊന്നാനിയിലേക്ക് പണ്ടൊക്കെ വിദേശീയരെ ആകർഷിച്ചത്. അങ്ങനെ കച്ചവടങ്ങൾക്കായി ഇവിടെ വന്നുപോയവർ അനേകമാണ്. മുസ്ലിം മതവിഭാഗവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന നാടാണിത്. അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനങ്ങൾക്കും പെരുന്നാളിനും ഏറെ പ്രാധാന്യമുണ്ട് പൊന്നാനിക്ക്. പെരുന്നാൾ ആഴത്തിൽ അറിയണമെങ്കിൽ പൊന്നാനിയിൽ തന്നെ പോകണം. നമ്മുടെ കൂട്ടുകാരിയായ ഹിബ നമ്മളെ പൊന്നാനിയിൽ എവിടെയാണ് എത്തിച്ചിരിക്കുന്നതെന്നൊന്ന് ചോദിച്ചാലോ കൂട്ടുകാരെ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ബിസിനസ്മാൻ ശ്രീ നാസർ സാറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി എന്ത് കലയാണ് ഒരുക്കിയിട്ടല്ലോ എന്നൊന്ന് ചോദിച്ചാലോ? കോൽക്കളിയാണ്. അതൊരു ആയോധന കലയാണ്. അപ്പൊ അതൊരു യുദ്ധം ബേസ് ആയിട്ടുള്ളൊരു കലയായിരിക്കും അല്ലേ? നമുക്കൊന്ന് കണ്ടാലോ കൂട്ടുകാരെ? ലോകം കാത്ത് പാരിക്കുന്നോനെ, സമമായി നിറയിലെന്നും ആയാത്തുള്ളോനെ, സർവ്വലോകം കാത്ത് പാരിക്കുന്നോനെ, സമമായി നിറയിലെന്നും ആയാത്തുള്ളോനെ, സർവ്വ പാനി പാല പരിപൂർണനെ, സന്മാർഗം ഞങ്ങൾക്ക് ആനുള്ളയാനേ, അടിപ്പെട്ട് കൊത്തി പിടിത്താരോ അണ്ണുതാരിയും മാലയറുത്താരോ, കളിച്ച ഒച്ചാതാ ഒച്ച മുട്ടിതാ ഒച്ച ഒഞ്ഞ താളം മൂന്ന് മൂന്ന് ഒച്ച ഒഞ്ഞ ഒച്ച ഒഞ്ഞ താളം മൂന്ന് മൂന്ന് ഒച്ച ഒഞ്ഞ ഒച്ച ഒഞ്ഞ മണ്ണിൽ തച്ചൊത്തരവ് ഒച്ച ഒഞ്ഞ ഒച്ച ഒഞ്ഞ ഒച്ച ഒഞ്ഞ ഒച്ച ഒഞ്ഞ അടുത്തതായി എന്ത് കലാരൂപമാണ് കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ള ഹിബ? അടുത്തതായി വട്ടപ്പാട്ടാണ്. വട്ടപ്പാട്ട് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ കല്യാണ വീട്ടുകളിൽ ഈ ചെക്കൻ്റെ കൂട്ടുകാർ കൂടി ഒപ്പം നിന്ന് പാടുന്നൊരു മനോഹരമായിട്ടൊരു കലയാണ്. അപ്പൊ കൂട്ടുകാരെ നമുക്ക് അതൊന്ന് കണ്ടാലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്ക മദീന വാഴും മഹ്മൂദേ, വല്ലൽ നബി തിരുമുറൈ വേദേ, മക്ക മദീന വാഴും മഹ്മൂദേ, വല്ലൽ നബി തിരുമുറൈ വേദേ, ശംസുൽ ഹുദാവേ അലമൽ ഹുദാവേ, സരിഗരി മാപദനി ശംസുൽ ഹുദാവേ അലമൽ ഹുദാവേ, അഹ്മദ് നബിയേ കരുണை നിദാവേ, പെരിയവൻ അർശ് കുർസി ലൗഹ് വായ്തൊരാദരപ്പൂ, മക്ക മദീന വാഴും മഹ്മൂദേ, വല്ലൽ നബി തിരുമുറൈ വേദേ, മക്ക മദീന വാഴും മഹ്മൂദേ, വല്ലൽ നബി തിരുമുറൈ വേദേ,
ത്വാഹാനബി സുരലോകമാകെയും വാഴുന്ന കല്യാണമേ അബുൽ കാസിമിൻ കല്യാണമേ ത്വാഹാനബി സുരലോകമാകെയും വാഴുന്ന കല്യാണമേ അബുൽ കാസിമിൻ കല്യാണമേ ഇബ്രാഹിം നബിയോരിൽ നസലിൽ വീടർന്നോരു ഇസ്സത്തിൽ അംബിയ സിൽസില തീർത്തൊരു ആനന്ദ കല്യാണമേ ആനന്ദ കല്യാണമേ സാത്തും പോരിച്ചുള്ള സമക്കുണ്ട് തരത്തിൽ സാരസപാനീയങ്ങൾ പല രുചി നിറത്തിൽ ചുറ്റും വിശേഷ പറയാമശേഷ വെറ്റിയിലതിർപ്പത്തിൽ വശമേയാശ കത്തിച്ച ഊതും ബിഹ് സുഗന്ധം പൗരത്ത് മോദം ഒരേ തോരാശ ഊരത്തും കൊണ്ടവർ ചുറ്റും രസിത്തിടുന്നേ പ്ലവായ കഥ കേട്ട് ചിരുത്തിടുന്നേ ചിരിയ കുശിൽ തിന്നൊരു വെറ്റില ചേരണ പൂരണമായൊരു വെറ്റില മതഹുകൾ പറഞ്ഞ തീരാ എത്തിടും കരണവർ രസിക്കുന്നിതാ രസി രസി തദ്രപ്പത്തിൽ ഈശൽ മൂറുന്നേ മഹ്മൂദർ മണിമാരനാര പൂകുന്നേ രസി രസി തദ്രപ്പത്തിൽ ഈശൽ മൂറുന്നേ മഹ്മൂദർ മണിമാരനാര പൂകുന്നേ സുരികംതും സലവാത്തും സലാമും വിണ്ടേ മാനിത മംഗലത്തിൽ പോരിശ വിണ്ടേ സലവാത്തും സലാമും വിണ്ടേ മാനിത മംഗലത്തിൽ പോരിശ വിണ്ടേ മാനിത മണിമാരനാര. വിവാഹ ദിവസം മണവാളിനെ സ്വീകരിക്കാനും ആഹ്ലാദം പങ്കുവെക്കാനും കൂട്ടുകാർ ചേർന്നൊരുക്കുന്ന ഒരു കലയാണെന്നാണ് ഞാനിത് കണ്ടിട്ട് മനസ്സിലാക്കിയത്. അങ്ങനെയാണോ ഹിബ? അടുത്തതായി എന്താണ് ഹിബ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്? അടുത്തതായി കുഞ്ഞു സുന്ദരിമാരുടെ നമ്മുടെ ഒപ്പനയാണ് കാണാൻ പോകുന്നത്. അപ്പൊ കൊച്ചു കുട്ടികാരുടെ ഒപ്പനയാണ് നമ്മളിപ്പോ അടുത്തത് കാണാൻ പോകുന്നത്. ഖുറൈശിയിൽ മശഹൂറാം തറവാട്ടിൽ മതിയോത്തൊരശകുളി നിറഞ്ഞ് തിങ്കി ഖദീജ മണവാട്ടി ചമഞ്ഞ് കൊണ്ടാടുത്ത് ചൊങ്കി. ഖുറൈശിയിൽ മശഹൂറാം തറവാട്ടിൽ മതിയോത്തൊരശകുളി നിറഞ്ഞ് തിങ്കി ഖദീജ മണവാട്ടി ചമഞ്ഞ് കൊണ്ടാടുത്ത് ചൊങ്കി. മണവിയാൽ ഫസാഹത്തും ബാലാവത്തും മികന്തേറ്റം മരുഭൂവിൽ തിജാറത്തും പേരത്തുയർന്നേ ഇന്ന് മണവാട്ടി ചമഞ്ഞ് കൊണ്ടാടുത്ത് വന്നേ. മണവിയാൽ ഫസാഹത്തും ബാലാവത്തും മികന്തേറ്റം മരുഭൂവിൽ തിജാറത്തും പേരുത്തുയർന്നേ ഇന്ന് മണവാട്ടി ചമഞ്ഞ് കൊണ്ടാടുത്ത് വന്നേ. മന്നുള്ളി നാരിക്കിന്നാരംഭം പൂത്തിടും നേറി വാലാത്തിമാരെത്തി ചുറ്റും നീരന്താനീ പന്തൽ ചുറ്റും ഉയർന്നിടെ തോന്നി വേലകൾ ചീത്തീരം കൊത്തി പതിത്താനേ. മിന്നുന്ന മീലാപ്പും തോരേണം വെത്തതുമായി മട്ടിൽ പലീലാമ്പും സേട്ടും കൊളുത്താനേ. സുത്തൂറുകൾ ഹസ്സും ഹരീറുമയാണി തിരികെ ഉണ്ടാക്കാറും അഹ്മർ വീരിയാണി. വിരിത ചമയങ്ങൾ അണിന്തിട്ടുണ്ടേ മട്ടിൽ നിറൈന്തിട്ടുണ്ടേ. ലിബാസുമാൻ ഉടലിലുണ്ടേ പട്ടും പുതത്തിട്ടുണ്ടേ. പട്ട് ഹരീറുമെ കസ്സുകളേറാ ഇട്ടൊരു വർണ്ണ തട്ടവും വേറാ. പട്ടിലണിന്ത് കമീസുമെ ജോറാ ജോറായി തരം കസ പൊളി തിളങ്ങി മഞ്ഞച്ചുവപ്പും ലങ്കി. ജമാലോളി കഴകിൽ മുങ്കി പച്ച നിറവും പൊങ്കി. പൊങ്കിയ ലൗനൊളി തിങ്കിയ മങ്ക മുങ്കിയൊരിഷ്കൊളി ചൂടിയ ചൊങ്ക.
സ്വർഗവാതിലിൽ അണിനിരന്തേ ദൈവമാശംസിക്കും മംഗളമോദി ദമ്പതിമാരിലിന്നേ പൊങ്ങും കുതുകുലമെങ്ങും മോശകൾ കേട്ട് ഹയ്യറിൽ മുങ്ങി നിന്നേ പാരിത രാഗങ്ങൾ ഇശലിൻ നീരടിയിൽ പൊങ്ങിടുന്നേ തിങ്ങിടും മകദാരിൽ ഇഷ്കിൻ മോസമെല്ലെ അടിത്തുയർന്നേ കയ്യലാളുടെ കനവിലാശകൾ ചിറകുയർത്തി പാറി വന്നേ പടവേട്ടും മിഴിക്കുള്ളിൽ ലംഘന ജന്നത്തശകിൽ തെളിന്തേ പുഞ്ചിരിപ്പൂ വിതളുകൾ തൂകി ബീവിയെത്തുന്നേ മണിയറ വാതിൽ പൂകുന്നേ ബീവിയെത്തുന്നേ മണിയറ വാതിൽ പൂകുന്നേ ബീവിയെത്തുന്നേ മണിയറ വാതിൽ പൂകുന്നേ. പൊന്നാനിയിൽ വന്നിട്ട് നമുക്ക് കുറെ കലാരൂപങ്ങൾ കാണാൻ സാധിച്ചു. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ വളരെ മനോഹരമായ ഒപ്പനയാണ് നമ്മൾ കണ്ടത്. എനിക്കും സത്യം പറഞ്ഞ ആ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ തോന്നി. എങ്ങനെയാ? ഭയങ്കര മനോഹരമായിട്ട് നല്ല കളർഫുൾ ആയിരുന്നു, നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് സുന്ദരി കുട്ടികൾ. അപ്പൊ നമുക്ക് അടുത്തതായി എന്താണാവോ കാണാനുള്ളത്? നമുക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് നമുക്ക് ദഫ്മുട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ദഫ്മുട്ട് ഒന്ന് കണ്ടാലോ? ജലാലി ജലാലി അലാ അഹ്മദ് ഹു അല്ലാഹ് ഫി ഐരിൻ വജൂഹി അല്ലാഹ് അല്ലാഹ് മർഹബാ ശൈഖ് റിഫാഹി മർഹബാ 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 യാ ശൈഖ് ഖാലിർ മർഹബാ 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 Allah Allah amanatك وكل ولي تاما يا مولا الله محمد 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 المبروس والكرام يا مولا الله يا محي الدين مولاي محمد حاضر حاضري يا رفاهي الله 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 يا نور يا الله ياسين رسول الله يا حي يا قيوم تاجا بعون الله شيء لا نبيك الله سعدا عبد قد تحملا وانت دائما ترد هو الله هو الله هو. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ദഫ്മുട്ടാണല്ലേ? അതെ അതെ. സത്യം പറഞ്ഞ ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കൂടുതൽ. എന്തായാലും ഇന്നിപ്പോ നേരിട്ട് നന്നായി കാണാൻ പറ്റി. അടുത്തതായി എന്തായിരുന്നു? അടുത്തതായി നമുക്ക് അർബനമുട്ടാണ്. അപ്പൊ അതൊരു അനുഷ്ഠാന കലയായിരിക്കും? അതെ, എക്സാക്ട്ലി, അതൊരു അനുഷ്ഠാന കലയാണ്. അപ്പൊ നമുക്കൊന്ന് കാണാം.
مددي منك يا ودودي أيدي فيك عشيانا ندخو دوما بالبسملة والحمدلة شكرانا كل صلاة رحمن كل سلام منجد فيهم منك دوما حنان منك يا ودودي عيني فيك أشيانا دوما بالبسملة حمدلة شكرانا مددي منك يا ودودي അനുഷ്ഠാന കലയായ ദഫ്മുട്ടാണ് നമ്മളിപ്പോ കണ്ടതല്ലേ? അതെ അതെ താളത്തിൽ കൊട്ടിയും ഈണത്തിൽ പാടിയും നല്ല മനോഹരമായി അവർ അവതരിപ്പിച്ചു അത് അല്ലേ? അതെ അതെ. അപ്പൊ അടുത്തതായി നമ്മൾ എന്താണ് ഇവിടെ നമുക്കായി ഒരുക്കിയിട്ടുള്ളത്? ഇതുവരെ ഐഡിയൽ കടകശ്ശേരി ആണ് നമുക്ക് ഐഡിയൽ കടകശ്ശേരി സ്കൂളാണ് ഇതുവരെ അതെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് പ്രോഗ്രാംസ് കാണിച്ചു തന്നത്. അപ്പൊ ഇനി അടുത്തത് ISS സ്കൂളിലെ കുറച്ച് മിടുക്കികൾ നമുക്ക് വേണ്ടി ഒപ്പന കളിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിളിച്ചാലോ? മനോഹരമായ ഒപ്പന നമുക്ക് കാണാം. പൊങ്കും മംഗലോ ആറൊലിക്കും സ്വർഗമാകെ മോദമാല പൊൻചിരിത്ത് രാഗവീണ ധ്വനികളാ ധ്വനികൾ രാഗമീട്ടലും സപ്പനിപ്പും ഒപ്പനകൾ ചേലുലാവും കന്നിമാരും ഒഞ്ചിലഞ്ചും കളികളാ രാഗമീട്ടലും സപ്പനിപ്പും ഒപ്പനകൾ ചേലുലാവും കന്നിമാരും ഒഞ്ചിലഞ്ചും കളികളാലെ ദിക്കുകൾ ഒക്കെയുണ്ട് ഘോഷമേളം ഒളിച്ചിതറും കൻസ തങ്ങൾ ആനമേല പീഠമേ കളികളാലെ ദിക്കുകൾ ഒക്കെയുണ്ട് ഘോഷമേളം ഒളിച്ചിതറും കൻസ തങ്ങൾ ആനമേല പീഠമില്ലിരിപ്പതാം കൗതുകങ്ങൾ കണ്ട് സ്വർഗ തോരണങ്ങൾ പങ്കിയേകി ചഞ്ചലൂഞ്ചലാടല പീഠമില്ലിരിപ്പതാം കൗതുകങ്ങൾ കണ്ട് സ്വർഗ തോരണങ്ങൾ പങ്കിയേകി ചഞ്ചലൂഞ്ചലാടല ഊഞ്ചലിലാടി അഞ്ചി കൊഞ്ചിരസിത്തേ ഉളദേശം നിറൈവതാൽ ആതൃപ്പമ്പെത്തേ വെത്തുപൊരുത്തം ചേർത്ത് ഖദീജ വീരിതം കൊണ്ടത് മങ്ക ഖദീജ ബിണ്ടുലകം ഫضلത്തിടെ ഫൗജ ചേർത്ത് ഖദീജ വീരിതം കൊണ്ടത് മങ്ക ഖദീജ ബിണ്ടുലകം ഫضلത്തിടെ ഫൗജ ഫൗജ ഈ അരുഷത്തിൻ പൊലിവു കണ്ടേ പോരിശമൊളിന്തവർ സുഹൃതം കൊണ്ടേ കൊണ്ട് സുമങ്ക പോൽക്കരം നീട്ടി കണ്ടിട മൈലാഞ്ചിപ്പണി ഭംഗി ഉണ്ടതിൽ പുള്ളി കുത്തുകൾ മോടി പോൽക്കരം നീട്ടി കണ്ടിട മൈലാഞ്ചിപ്പണി ഭംഗി ഉണ്ടതിൽ പുള്ളി കുത്തുകൾ മോടി മോടിയിൽ വെളഞ്ഞീപത്തതിൽ ചമൈത്തേ മധുരക കന്നിലങ്കി മറിന്ത മുത്തേ മറിയും മുത്താന മങ്ക അശകിനശകായി തെളിന്തതാലേ മന്നർ നബിയുള്ളാക്ക് ഇണബശങ്കി ചന്തമാലേ ചന്തം മികൈന്തെ മങ്ക വാസദേശം സ്വർഗമാകെ മുന്തിര തങ്ങളെ മുത്തക്കി മങ്ക മാതി ഖദീജ പത്തിനി ചൊങ്ക മൊഞ്ചളി തൂകി വീരിതമാകെ ആകെയും സലാമിത ഉരൈവതായേ ആശ പോൽ പുറപ്പെടാൻ രസിപ്പതായേ ആകെയും സലാമിത ഉരൈവതായേ ആശ പോൽ പുറപ്പെടാൻ രസിപ്പതായേ വിട ഞങ്ങൾ പറയുകയാണേ വാഹിദിലൊത്ത് തേടുകയാണേ മെഹമൂദിൻ ഖദീജാബി അറകൂടാറാ വിട ഞങ്ങൾ പറയുകയാണേ വാഹിദിലൊത്ത് തേടുകയാണേ മഹമൂദിൻ ഖദീജാബി അറകൂടാറാ ബർക്കത്തും നിയമത്തും നൽ റഹ്മത്തും മാഫിയത്തെല്ലാം ബീരിത ദമ്പതിമാരിലും ഞങ്ങളിലേകല്ലാ ബർക്കത്തും നിയമത്തും നൽ റഹ്മത്തും മാഫിയത്തെല്ലാം ബീരിത ദമ്പതിമാരിലും ഞങ്ങളിലേകല്ലാ. പെരുന്നാൾ ദിനമായിട്ട് കൊച്ചു TV കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരു മനോഹരമായ ഒപ്പനയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നല്ലേ? അപ്പൊ അടുത്തത് നമുക്ക് എന്താണെന്നൊന്ന് ചോദിക്കാം. അടുത്തത് കൊച്ചു കൂട്ടുകാരുടെ ദഫ്മുട്ടാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഇത്തിരി വലിയ കൂട്ടുകാരെ ദഫമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ക്യൂട്ടായിട്ട് നല്ല കൊച്ചു കൂട്ടുകാരെ ദഫമുട്ട് ആസ്വദിക്കാം. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, അലി ഹൈദറിൽ പ്രിയ വിടർ ഫാത്തിമ. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, അലി ഹൈദറിൽ പ്രിയ വിടർ ഫാത്തിമ. ആശിച്ചോരുരുവാൻ പഴം തിന്നുവാൻ അത് കുമാരരോട് പറഞ്ഞു വാങ്ങാൻ. ആശിച്ചോരുരുവാൻ പഴം തിന്നുവാൻ അത് കുമാരനോട് പറഞ്ഞു വാങ്ങാൻ. അത്ര ദരിദ്രമാം അവർ പരിശ, അതിനാലുളം തന്നെ ഏറി നിരാശ. ഏറെ ചിന്തിച്ചില്ല തൊഴിലിനു പോയി, എടുത്ത കൂലി വാങ്ങി പഴവുമായി. ഏറെ ചിന്തിച്ചില്ല തൊഴിലിനു പോയി, എടുത്ത കൂലി വാങ്ങി പഴവുമായി. വരുന്ന വഴി തന്നിൽ ഒരു ഫക്കീർ വിശന്നു പോരിഞ്ഞു തൂകുന്നു കണ്ണീര്. ഏതായാലും കൊച്ചു ടി വി കൂട്ടുകാർക്ക് വേണ്ടി വളരെ മനോഹരമായ കുറെ പരിപാടികൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. നല്ല കലാരൂപങ്ങളായിരുന്നു എല്ലാം. നല്ല ഈണമുള്ളതും താളമുള്ളതുമായ കുറെ പരിപാടികൾ നമ്മളിപ്പോൾ ഇവിടെ ആസ്വദിച്ചു. ഇനി എന്തൊക്കെയോ കുറെ സർപ്രൈസസ് നമ്മൾ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പെരുന്നാൾ പെരുമ്പലിൽ നമുക്ക് കുറെ നോമ്പ് തുറ വിഭവങ്ങൾ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടാം. നമ്മുടെ സജീത്ത് ഇവിടെ നമുക്ക് ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ചോദിക്കാം, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു വിഭവമാണ് മുട്ടമാല. എല്ലാവർക്കും മുട്ട ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? മുട്ട, പഞ്ചസാര സീറം. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, കൂട്ടുകാരൊന്ന് കണ്ടുവച്ചോ, അമ്മമാരോടൊന്ന് പറഞ്ഞോ നിങ്ങൾക്ക് ഇത് വീട്ടിലുണ്ടാക്കി തന്നെന്ന്. കൂട്ടുകാർക്ക് അറിയോ എങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്യുന്നതെന്ന്? ഗ്യാസ് വെച്ചു, തീ കത്തിക്കണ്ടേ? തീ കത്തിച്ചു, ദൈത്ത പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ഇപ്പൊ ഒഴിച്ചത്? പഞ്ചസാര സീറം ഒഴിച്ചിട്ടുണ്ട്. പഞ്ചസാര സീറമാണ് ഇപ്പൊ ഒഴിച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? അത് ബോയിൽ ആവണോ? അത് അതുപോലെ തിളച്ചു വന്നോണ്ടിരിക്കുമ്പോൾ നന്നായി തിളച്ച് ബബിൾസ് ഒക്കെ വരില്ലേ? അതുപോലെ വരണം. മുട്ടത്തോടിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. മുട്ടത്തോടിൽ ഒഴിച്ചു കൊടുക്കാം. മുട്ടത്തോട് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. നന്നായി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം ആദ്യം. അതെ, അത് ഒഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തേ? പഞ്ചസാര സിറമാണ് അതിൽ ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മുട്ടത്തോടിലേക്ക് ആ മഞ്ഞ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുട്ടത്തോട് ആ ഡൈല്യൂട്ട് പഞ്ചസാരയില് നമ്മൾ ചുറ്റിക്കണം. ഇത് സ്പൈസി ആയിട്ടുള്ളതാണോ അതോ മധുരമുള്ള പലഹാരമാണോ? ഒരു പ്രത്യേക രീതിയിൽ മുട്ട പൊട്ടിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ആ ഒരു പാറ്റേണിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്തതേ പയ്യെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല മണവും വന്നുണ്ട്. നിങ്ങൾക്കൊക്കെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമല്ലേ? അതേപോലെ മഞ്ഞ കളറിലെ ഒരു നാര് പോലെ നല്ല പാറ്റേണിലാണ് അത് വരുന്നത്. കുറച്ച് ബോയിലായിട്ട് അതിനെ കോരി ഇത്തതേ വേറെ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് എന്തോ ഉള്ളൂ ഈ പലഹാരം ഉണ്ടാക്കാനുള്ള ഡ്യൂറേഷൻ. ഇത്തയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഞാനും എന്റെ ഹസ്ബൻഡും.
ഹിബയ്ക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ഹിബ? മക്കളുണ്ടോ? ഒരു മോളുണ്ട്. അപ്പോ ഈ വിഭവം ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നോമ്പുതുറ സ്പെഷ്യലായ മുട്ടമാലയാണ് നമ്മുടെ ഇപ്പൊ ഉണ്ടാക്കി തന്നെ. പക്ഷെ ഇപ്പൊ എന്തായാലും കഴിക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നോമ്പുതുറയുടെ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നോമ്പ് സ്പെഷ്യലിൽ അടുത്തതായി എന്ത് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോദിക്കാൻ കൂട്ടുകാരെ. എന്താ അടുത്ത് ഉണ്ടാക്കുന്നത്? മുട്ടപ്പത്തിരി. മുട്ടപ്പത്തിരി. ഇതെന്ത് എല്ലാം മുട്ട റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്? ഇതില് മുട്ട വരുന്നില്ല, അങ്ങനെയാണോ? പേര് മാത്രമേ ഉള്ളൂ മുട്ടപ്പത്തിരി. ഇന്ന് മുട്ട ഇല്ലെന്നാണ് ഇത്ത പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ? പച്ചരി ഉണ്ട്, 1.5 ഗ്ലാസ് പച്ചരിക്ക് 1.5 ഗ്ലാസ് പച്ചരി, 10 പപ്പടം, ഇത്ര ഉള്ളോ? 1 സ്പൂൺ ചോറ്, 1 സ്പൂൺ ചോറ്. അപ്പൊ ഈ 3 പച്ചരി കുതിർത്തിട്ടാണ് അരച്ചിട്ട്. ഇത്തപ്പ ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ഈ ഒരു വിഭവം? 1.5 ഗ്ലാസ് പച്ചരി ആകുമ്പോ ഒരു 20 പേർക്ക് കഴിക്കാൻ പറ്റും. 1.5 ഗ്ലാസ് പച്ചരി ആകുമ്പോ ഒരു 20 പേർക്ക് കഴിക്കാൻ പറ്റും. 2 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി. 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ കുതിർത്തിടണം. 2 മണിക്കൂർ പച്ചരി കുതിർത്തിയിട്ട് പപ്പടും പച്ചരിയും കൂടെ കുതിർത്താം. എന്നിട്ട് അത് 1 സ്പൂണ് ചോറും ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കണം. കത്തിച്ചു. ഇത്തതെ പാൻ വെച്ചു. നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഈ വിഭവം എങ്ങനെ പഠിച്ചെടുത്തു ഇത്ത? ഇത് നമ്മളെ ഫാമിലിയിൽ നിന്ന് പഠിച്ചതാണ്. ഫാമിലിയിൽ നിന്ന് എല്ലാ വിഭവം ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിച്ചണിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി പഠിച്ചെടുത്താണോ? നമ്മളെ നാസർ ബോസിന്റെ ഫാമിലിയിൽ നിന്ന്. നാസർ ബോസിന്റെ ഫാമിലിയിൽ നിന്നാണ് എല്ലാവരും ഇത് പഠിച്ചിരിക്കുന്നത്. ഇത്തപ്പ ഇതൊരു പാചകത്തിന്റെ കലവറ തന്നെയാണല്ലേ? അതെ. എത്ര വിഭവങ്ങളാ ഇവിടെ? എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഹിബ, അപ്പൊ എന്നൊരു കലക്കം വീട്ടിൽ തന്നെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തായാലും നന്നായി. കൂട്ടുകാർക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇത് നമുക്കൊന്ന് നോക്കാം. മാവിളക്കി ഒഴിച്ചു. ഇത്തത് ഓരോ പോർഷൻ ആയിട്ടാണ് ഒഴിക്കുന്നത്. റൗണ്ട് ആയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് കൂട്ടുകാർക്ക് കഴിക്കാൻ ഇത്തിരി നല്ല രസമായിരിക്കും. അപ്പൊ ഒരു പാനിൽ എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 8 8 ഒക്കെ ഒരു പാനിൽ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്ത പറയുന്നത്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുകയല്ലോ ചെയ്യണോ? അടച്ചൊന്നും വെക്കണ്ട. കൂട്ടുകാർക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നോമ്പ് തുറയുടെ സമയമാകുമ്പോഴേ നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എത്ര സമയമാവും ഇത് ഉണ്ടാക്കാൻ? ഇത് 15 മിനിറ്റ്. നമ്മൾ 2 സൈഡും തിരിച്ചൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ. 15 മിനിറ്റ് എടുക്കും ഇത് ഉണ്ടാക്കാന്നാണ് ഇത്ത നമ്മളോട് പറയുന്നത്. ഇത്ത, അത് ശരിക്കും ഓക്കെ ക്രിസ്പായോ? അത് നന്നായി ക്രിസ്പായിട്ടുണ്ട്. നന്നായിട്ട്. ഇപ്പൊ നമ്മുടെ വിഭവമായ മുട്ടപ്പത്തിരി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊരു നല്ല പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത്ത, അത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ കോമ്പിനേഷൻ എന്തായിരിക്കും? നമുക്ക് എന്തിന്റെ ഒപ്പം നന്നായി കോമ്പിനേഷൻ ആയി കഴിക്കാം? ഇത് ബീഫ് കറി കൂട്ടി കഴിക്കാം. ബീഫ് കറി കൂട്ടി നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. ഹിബ കഴിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മുടെ ഈ സ്ഥലത്തുള്ള ഈ സ്പെഷ്യൽ ഫുഡ്സ്? ഹിബയ്ക്ക് ഇഷ്ടമാണോ? ഭയങ്കരമായിട്ട് ഹിബയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഇതൊക്കെ. ഒരു വലിയ കുടുംബത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. നേരത്തെ തന്നെ കൂട്ടുകാർ കണ്ടല്ലോ കുറെ വിഭവങ്ങൾ നമുക്കായി ഉണ്ടാക്കിയത്. എനിക്കത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നിട്ട് പോയായിരുന്നു. ഇപ്പൊ അത് കൂടാതെ 20ഓളം വിഭവങ്ങളാണ് ഇവിടെ ഇത്തമാർ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നോമ്പുതുറ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി? ആദ്യം ഈത്തപ്പഴം കഴിക്കും, പിന്നെ സംസം വെള്ളം കുടിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ സ്നാക്സ് കഴിക്കും എല്ലാം. ഇതൊക്കെ എന്താ പറയാനുള്ളത്? അത് തന്നെ, സംസം വെള്ളം കുടിക്കും, നമ്മൾ ഈത്തപ്പഴം കഴിക്കും, ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞിട്ട് കടികളൊക്കെ കഴിക്കും. ഇതുണ്ട് തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി, പത്തിരി, ഇറച്ചിക്കറി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ വിഭവങ്ങൾ എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയണ്ടേ? ഈ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. മുട്ടമാല, മുട്ടസുർക്ക, പരിപ്പ് വട, ഉന്നക്കായ, പഴം നിറച്ചത്, ബോണ്ട, കോഴിവട, മുട്ടപ്പത്തിരി, പഴക്കേക്ക്, ഉള്ളിവട, അട, പിന്നെ ചിരട്ടിമാല, കിടുത, കൊക്കോവട, ഉണ്ണിയപ്പം, അങ്ങനെ ഈത്തപ്പഴം നിറച്ചു പൊരിച്ചത്, ഒരുപാട് വിഭവങ്ങൾ. പിന്നെ പാലട, നെയ്യപ്പം, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇത്തമാർക്ക് ഇനിയും എന്തൊക്കെയോ കൂട്ടുകാരോട് പറയണമെന്നാണ് ഇപ്പൊ പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ചറിയാം.
നോമ്പ് കാലങ്ങളിൽ പൊന്നാനിയിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് കാണുന്നത്. ഈ ഭക്ഷണക്രമം തന്നെ 4 രീതിയിലാണ്. നോമ്പുതറ, വലിയ നോമ്പുതറ, കുഞ്ഞൻ നോമ്പുതറ, വലിയ നോമ്പുതറ, മുത്താഴം, അത്താഴം എന്നീ രീതിയിലാണ് ഭക്ഷണക്രമം. സുന്ദരി കുട്ടികളും ഇത്തമാരും നമുക്ക് ഇവിടെ മൈലാഞ്ചി ഡിസൈൻ ഒക്കെ ഇടുന്നുണ്ട്. വലിയ ആഘോഷം തന്നെയാണല്ലേ അത്. എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലേ? നമുക്കപ്പോ ഒന്ന് ആഘോഷിച്ചാലോ? പാട്ടൊക്കെ പാടോ നമുക്ക് വേണ്ടി? അപ്പൊ നമുക്ക് പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. ഷൗവാലിൻ പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. ഷൗവാല് പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഷൗവാലിൻ പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. ഷൗവാലിൻ പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. ഈദുൽ ഫിത്തറിന്റെ സന്തോഷവേളയിൽ മൈലാഞ്ചി കൈകളിൽ അണിഞ്ഞുവല്ലോ. ഈദുൽ ഫിത്തറിന്റെ സന്തോഷവേളയിൽ മൈലാഞ്ചി കൈകളിൽ അണിഞ്ഞുവല്ലോ. ഷൗവാല് പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. ഷൗവാലിൻ പിറവി കണ്ടു തക്ബീറിൻ ധ്വനി മുഴങ്ങി. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ കൽക്കണ്ട കനിയല്ലേ. അരിമുല്ല പൂവാളപ്പിൽ പടച്ചവൻ വിരിയിച്ച പൂമലരല്ലേ. അഴകിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ. അരിമുല്ല പൂവാളത്തിൽ പടച്ചവൻ വിരിയിച്ച പൂമലരല്ലേ. അഴകിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ. കനകത്തിൽ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല. കനകത്തിൽ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല. മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങാത്താലി മണിത്താലി. മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങാത്താലി മണിത്താലി. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാന്റെ കൂടരെ പൂമോളു ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ മുത്തായ അല്ലാന്റെ കൂടരെ പൂമോളു ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിമ ഫാത്തിമ മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി താരങ്ങൾ പൂത്തപ്പോൾ ചിരി തൂകും സുന്ദരി. അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. പൊന്നാനിയിലെ
പൊന്നാനിയിലെ നൊയമ്പ് കാലത്തെ ഒരു ആചാരമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന പാനൂസും. പിന്നെ അവിടെ എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ? മുത്തായ കുറ്റി. കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ മുത്തായ കുറ്റി. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ ഹിബയ്ക്ക്? പണ്ട് കാലങ്ങളിൽ മുതലേ പൊട്ടിച്ചു തുടങ്ങുന്ന ഒരു രാത്രി ടൈമില്. ഓക്കെ, ഹിബ പറയുന്ന ഈ പെരുന്നാൾ ദിനത്തിൽ അവർ ആഘോഷിക്കുന്ന മുത്തായക്കുട്ടിയും കൂടി ഉണ്ട് അവരുടെ കൂടെ ആഘോഷത്തിൽ എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ കലാപരിപാടികൾ. കൊച്ചു കൂട്ടുകാർ മുതൽ വലിയ കുട്ടികൾ വരെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ബെൻസി ഹൗസിന്റെ ഉള്ളിലാണ്. ഈ ബെൻസി ഹൗസിന്റെ ഉടമസ്ഥനും അക്ബർ ട്രാവൽസിന്റെ ഉടമസ്ഥനുമായ ശ്രീ അബ്ദുൽ നാസർ സാറിനോട് നമുക്ക് കുറച്ച് വാക്കുകൾ ചോദിക്കാം. ആദ്യമായി ഈ കൊച്ചു TV അവതാരകർ പുറമെ വീട്ടിൻ്റെ പുറത്ത് ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി. അത് നേരിട്ട് കണ്ട് വളരെയധികം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ വളരെ സംതൃപ്തരാണ്. ഈ കൊച്ചു TV അവതാരകർക്കും അതുപോലെ തന്നെ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കും ഞാൻ എൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. സാർ, അപ്പോൾ ഇപ്പോൾ കൂടെ ഉള്ളത് ആരൊക്കെയാണ്? ഞങ്ങൾക്ക് കൊച്ചു കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് പൊന്നാനിയിലെ മഖ്ദൂം മുത്തുക്കോയത്തങ്ങളാണ്. അതുകൂടാതെ പൊന്നാനി ചരിത്രകാരനും പൊന്നാനിയെപ്പറ്റി ഒരുപാട് പുസ്തകങ്ങളും പൊന്നാനിയെപ്പറ്റി വളരെയധികം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള TV അബ്ദുറഹിമാൻ മാസ്റ്റർ കൂടിയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ സന്നിധനായി. ഹിബ, അപ്പം നമുക്ക് റംസാനെ പറ്റി നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ചുകൂടി അറിയാനൊരു താല്പര്യമാണ്. നമുക്കൊന്ന് സാറിനോട് ചോദിച്ചറിഞ്ഞാലോ? സാർ, റംസാനെ പറ്റി കുറച്ച് വാക്കൊന്ന് ഞങ്ങളോട് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറയാമോ? ചെറിയ മക്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ പൊന്നാനി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരുപാട് സവിശേഷതകൾ പുലർത്തുന്ന ഒരു പ്രദേശമാണ്. പൊന്നാനിയിലെ നോമ്പ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പെരുന്നാളിലേക്കാണ്. പെരുന്നാളും തന്നെ പൊന്നാനിയിൽ വളരെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരുപാട് കേരളത്തിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരു പ്രദേശമാണ്. സാർ, അപ്പം നമ്മളിവിടെ നല്ല രുചികളെ പറ്റിയൊക്കെ കേട്ടിരിക്കുന്നു. പൊന്നാനിയിലെ വിവിധ തരം നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളും. അപ്പൊ എന്താണ് ഞങ്ങളോട് എന്താണെന്ന് പറയാനുള്ളത് ഇവിടുത്തെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പൊന്നാനി ഒരുപാട് പലഹാരങ്ങളുടെ നാടാണ്. ഒരുപാട് പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പേരുകളുള്ള പലഹാരങ്ങൾ. അങ്ങനെ പൊന്നാനിക്കാർ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി അവസാനം പേര് കിട്ടാതായപ്പോൾ അള്ളാഹു അയലം എന്ന് പോലും ഒരു പലഹാരത്തിന് പേരിട്ട പ്രദേശമാണ് പൊന്നാനി. പ്രത്യേകിച്ച് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നൂറ്റാണ്ടുകളായി മതമൈത്രി സംരക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. നൂറ്റാണ്ടുകളായിട്ട് മതമൈത്രി. 1921 പോലും മലബാർ ലഹളയുടെ കാലത്ത് തെക്കേ മലബാറിൻ്റെ പല പ്രദേശങ്ങളും കത്തിയെരിയുന്ന അവസരത്തിൽ പൊന്നാനിയിലെ മഹ്ദൂം തങ്ങളും അന്ന് പൊന്നാനിയിൽ പ്രവർത്തിച്ചിരുന്ന KV രാമമേനോൻ തുടങ്ങിയ ഹൈന്ദവ നേതാക്കളും സംയുക്തമായി ഈ രാജ്യത്തിൻ്റെ മതമൈത്രി സംരക്ഷിച്ച ഒരു പ്രദേശമാണ് പൊന്നാനി. അപ്പോൾ മതമൈത്രിയുടെയും മറ്റു ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം തന്നെ ഒരു സങ്കേതമാണ് പൊന്നാനി. അപ്പോൾ എനിക്ക് ഈ കൊച്ചുകൂട്ടുകാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ ആകമാനം തന്നെ മതമൈത്രി സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം. കാരണം ഇപ്പം മതമൈത്രിയുടെ കാര്യത്തിൽ അതൊരു വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതര ജാതിക്കാരും എല്ലാം തന്നെ മതസാഹോദര്യത്തോടുകൂടി ജീവിക്കണം, അങ്ങനെ വളർന്നു വരണം. അങ്ങനെ നമ്മുടെ നാട് ഒരു മാതൃകാ രാജ്യമായി വളർത്തുന്നതിന് എല്ലാവരും യത്നിക്കണം. കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞ പൊന്നാനിയുടെ വഴിയോരങ്ങൾ പകലിനെ അനുസ്മരിപ്പിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ റംദാൻ ആശംസകൾ. നമ്മൾ ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നത് റംദാൻ ദിനത്തിലാണ്. ഇന്നലെ നമ്മൾ ഇവിടെ കുറെ നല്ല മധുരമുള്ള പലഹാരങ്ങളും എല്ലാം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയല്ലേ അല്ലേ? പിന്നെ നമ്മൾ കുറെ നല്ല ഭംഗിയുള്ള മെഹന്തി ഡിസൈൻസും നമ്മൾ ചെയ്തു.
എന്താ ഇത്ത നമുക്ക് കൂട്ടുകാരോടൊക്കെ പറയാൻ പറ്റുക? പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കേണ്ടതാണ്. കൂട്ടായ്മയായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കേണ്ട ആഘോഷമാണ് പെരുന്നാൾ ആഘോഷം. അതിന്റെ പെരുമാന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പൊ ഇത്ത നമ്മളപ്പോ റംദാൻ സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പെരുന്നാൾ ദിവസത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്താണ് വെക്കാൻ പോകുന്നത്? ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഇത്ത. അതെന്താ പെരുന്നാൾ ഡിഷ് എന്ന് പറയുന്നത്? എല്ലാ വീടുകളിലും അന്നൊരു ദിവസം പോലും പട്ടിണി കിടക്കരുത് എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന്റെ ആശയം. അപ്പൊ ആ ആശയപ്രകാരം തന്നെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പൊ ഇത്ത നമ്മളപ്പോ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് അപ്പൊ കൂട്ടുകാർക്കൊന്നും അത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. സ്പെഷ്യലായിട്ട് എല്ലാ വീടുകളിലും അന്ന് ആഘോഷമായിട്ടുള്ള ഭക്ഷണം തന്നെ നമ്മളിപ്പോ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്ത നമ്മളോട് പറഞ്ഞു നമ്മൾ റംദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്ത നമ്മളപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ്? ബിരിയാണിക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളെങ്കിലും കൂടിയിട്ട് അത് പിന്നെ തയ്യാറാക്കുന്ന ഇതൊക്കെ ഞാനൊന്ന് ചെറിയ തോതിൽ തന്നെ നിങ്ങൾക്ക് കാരണം സവാള, തക്കാളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിച്ചപ്പ്, പുതിന, നെയ്യ്, പിന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്യാദി കുറെ സാധനങ്ങൾ, പിന്നെ ഓയിലും പിന്നെ വെക്കാൻ ആവശ്യമായ അരിയുമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇത് നമ്മൾ കൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനും അതിന്റെ കൂടെ വേണം. ഒന്നുകിൽ ചിക്കൻ ആവാം, അല്ലെങ്കിൽ മട്ടൻ ആവാം. ഏതാണോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യും. പൊന്നാനിക്കായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടൊരു ബിരിയാണി അങ്ങനെ വലിയ വിഭവം ഉണ്ടോ? പൊന്നാനിക്കാർക്ക് സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണിയാണ്, അതാണ് നമ്മളുടെ സ്പെഷ്യൽ ബിരിയാണി. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ വെക്കാൻ പോകുന്നത് എന്ത് ബിരിയാണി? മട്ടൻ ബിരിയാണി തന്നെയാണ് വെക്കുന്നത്. പൊന്നാനി സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇപ്പൊ തന്നെ കൊതിയെ തുടങ്ങിയിട്ടുണ്ടാവല്ലേ? വലിയൊരു വീടാണ്. സോ കുറെ പേര് പോവും വരവും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്ത എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? അപ്പൊ എല്ലാവർക്കും കൂടി എങ്ങനെ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പൊ ഇത്ത എല്ലാം കൂടി ചേർത്തുണ്ടാക്കും? ഇവിടെ പെരുന്നാൾ ആഘോഷം തന്നെ എല്ലാവരും ബന്ധുവീടുകളിൽ നിന്നുള്ള എല്ലാവരെയും നമ്മളന്ന് വിളിക്കും. അന്ന് വിളിച്ചിട്ട് എല്ലാരും കൂട്ടായിട്ടിരുന്നല്ലേ ഇന്ന് ഭക്ഷണം കഴിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇത്ത നമ്മളിപ്പോ പെരുന്നാളാവ് മാസപ്പിറവി കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തരും വന്നു തുടങ്ങി, എല്ലാരും വന്നു തുടങ്ങും അല്ലേ? പിന്നെ നമ്മൾ കാണുന്ന കുടുംബങ്ങള് പിന്നെ പെരുന്നാളിൽ ഈദ്ഗാഹിൽ പോയിട്ട് അത് എവിടാണോ ചിലപ്പോ പള്ളികളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കൂട്ടമായിട്ടുള്ള വല്ല ഹാർബർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ആദ്യം നമ്മള് സവാള അല്ലേ അറിയുന്നത്? സവാള അരിഞ്ഞ് കൂട്ടുകാരെ വേഗം അമ്മമാരെ വിളിച്ച് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് എല്ലാരും കണ്ടോ, എഴുതി വെച്ചോ. ആദ്യം നമ്മള് സവാളയാണ് ഇത്ത അരിയുന്നത്. സവാള അരിഞ്ഞ് എത്ര സവാള ആണ് ഇത്ത? സവാള നമ്മള് പിന്നെ അംഗസംഖ്യ അനുസരിച്ച്. അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര പേർക്കുള്ളതാണ്? വേണമെങ്കിൽ 20 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാം. ഇവിടെ വലിയൊരു കൂട്ടുകുടുംബം അതിന്റെ പേരിൽ തന്നെയാണ്. 1/2 കിലോ സവാള നമ്മൾ 1/2 കിലോ സവാള വേണം. പിന്നെ അതുപോലെ തന്നെ 1/4 കിലോ 250 ഗ്രാം തക്കാളി, ഒരു പിന്നെ 50 ഗ്രാം പച്ചമുളക്, പിന്നെ 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി. ഇത്തരം സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, കുറച്ച് പുതിന ഇല, ബാക്കി ഓരോ ടീസ്പൂണ് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിനനുസരിച്ച് അത് ചെയ്യാം. അങ്ങനെയാണ്. ഈ കുട്ടികൾക്ക് ഈ പൊതുവെ സവാളയൊക്കെ വരുമ്പോ ഓട്ടമാണ്, കാരണം കണ്ണീന്ന് വെള്ളം വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമോ കണ്ണീന്ന് വെള്ളം വരാതിരിക്കാൻ? ഈ വെള്ളം വരാതിരിക്കാൻ വേണ്ടിട്ട് ഏറ്റവും വലിയ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് സവാള 2ആയി പകുത്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അരിയണമെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു പിന്നെ പൊടിക്കൈ എന്ന് പറയുന്നത്. പൊടിക്കൈ എല്ലാവർക്കും മനസ്സിലായില്ലേ കൂട്ടുകാരെ? അപ്പൊ ഇപ്പൊ തക്കാളി അരിഞ്ഞു, മുളക് അരിഞ്ഞു, ഇനി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഇത് തയ്യാറായി വരുമ്പോ വയറ്റി വരുമ്പോഴാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കാറ്. അപ്പൊ അത് നമുക്ക് കുക്കർ വെച്ച് മറ്റുള്ള ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ? ഇന്നലെയും ഇതേപോലെ കുറെ ഇത്തന്മാര് നമുക്ക് നല്ല സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം അടുപ്പ് കത്തിച്ചു. കുക്കറിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അത് നെയ്യ് ഉപയോഗിക്കുന്നവരുണ്ട്, ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഭക്ഷണം നമുക്കപ്പോ എന്ത് വേണേലും ഉപയോഗിക്കാം. നെയ്യ് അല്ലെങ്കിൽ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് വരേണ്ടതും ഓയിൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും. അപ്പൊ ഇത്തയുടെ ഒരു ടിപ്പാണ്, ബിരിയാണിക്ക് കൂടുതലും ഓയിൽ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാണ് ഇത്ത പറയുന്നത്. അതിലേക്ക് നമ്മൾ സവാള വഴറ്റി തക്കാളിയും പച്ചമുളകും അതും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോണാണ്. തക്കാളി, സവാള, പച്ചമുളക്. ഇത്ത നമുക്കൊന്ന് പെട്ടെന്നാക്കിയാലോ? ഓയിൽ
ഒഴിച്ചു. അതിൽ നമ്മള് സവാള, തക്കാളി, പിന്നെ പച്ചമുളക് ഇത്ര ഇട്ട് നമ്മൾ വഴറ്റുന്നു. അതിന്റെ ശേഷം അത് വഴറ്റി വരുമ്പോൾ നമ്മൾ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നല്ലവണ്ണം വഴറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേപ്പില കുറച്ച് വേപ്പില നമ്മൾ ചെറുതാക്കി ഇടണോ? വേപ്പില പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേപ്പില നമ്മൾ എല്ലാ കറിയിലും നമ്മൾ ഒരേപോലെ ഇടുന്ന ഒരു സാധനമാണ് വേപ്പില. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളായ എല്ലാ പൊടികളും കറക്റ്റ് അളവിൽ അല്ലേ? നമ്മൾ ശരിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോ എല്ലാം അളവുകളൊക്കെ ഒന്നും തെറ്റാൻ പാടില്ല എന്നൊക്കെ അല്ലേ? ഇത് ഏതുവരെ എത്തി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുക? മസാലയൊക്കെ വഴറ്റി വരുന്നു. മണമൊക്കെ അടിച്ചു തുടങ്ങി മസാലയുടെ ഒക്കെ. ഇനി നമ്മള് അരി കഴുകി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യും. അതിന്റെ മുമ്പ് ഇറച്ചി ഇവിടെ വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് കൂട്ടുകാരിപ്പോ വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ചോറൊക്കെ എടുത്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നോ, ബിരിയാണി കഴിക്കണോ, നമുക്ക് അതൊന്ന് കഴിക്കാം. കുറച്ച് ഒരു അളവിനനുസരിച്ച വെള്ളം നമ്മൾ വെക്കും. ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം വെക്കും. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള അളവുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇത് ചോറ് മാത്രമാക്കി വേറെ വേവിച്ച് വെച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഇത് എവിടം വരെ എത്തി? ഇതിപ്പോ തുടങ്ങിയോ? ഇറച്ചിട്ടു, നമ്മളത് കുക്കർ ഓഫ്. അപ്പൊ ഇത് ഇറച്ചിട്ടു, നമ്മൾ കുക്കർ അടച്ചു വെക്കാൻ പോവാണ്. എത്ര മിനിറ്റ് അടച്ചു വെക്കേണ്ട ഒരു അത് ഒരു 3 മിനിറ്റ്. അത് ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒരു ഓക്കെ. ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ അത് അടച്ചു വെക്കാൻ പോവാണ്. രുചികരമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതെ അതെ, നല്ല രുചികരമായ മട്ടൻ ബിരിയാണി നമുക്കായി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത്ത വേണ്ട അപ്പൊ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി റെഡി. നല്ല മണം അല്ലേ ഇത്താ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ബിരിയാണി വെക്കാൻ നമ്മളെ സഹായിച്ച എല്ലാ ഇത്തമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ബോസിന്റെ ഫാമിലിക്ക് ഒരു സ്പെഷ്യലായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഞങ്ങളും അറിയിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ റംദാൻ ആശംസകൾ. നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി, നല്ല കൈപ്പുണ്യത്താ.